ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് വന്നെങ്കിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെരിമെന്റ് വീഡിയോ നിങ്ങളെല്ലാം കട്ട സപ്പോർട്ടാണ്. സപ്പോർട്ട് തന്നെ ഈ വീഡിയോക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വന്നെങ്കിൽ നമ്മൾ മുട്ടയുടെ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് സക്സസ് ആവില്ലയോ എന്നൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു മിനിറ്റ്, നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മുട്ട, ഒരു ഗ്ലാസ്, പിന്നെ ഒരു കുപ്പി വിനാഗിരി. ഇത്രയാണ്. ഗ്ലാസ്സിലേക്ക് വിനാഗിരി ഒഴിക്കാം. നമ്മുടെ മുട്ട ഗ്ലാസ്സിലേക്ക് മുങ്ങി വയ്ക്കണം. അതേ അളവിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ട ഇടാണ്ട് പോവാണ്. 3, 2, 1. 2 1. ഓ മാൻ, ഇനി നമുക്ക് 24 മണിക്കൂറത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വിനാഗിരിയിലോട്ട് മുട്ട ഇട്ടപ്പോഴേ വേണ്ട എന്തൊക്കെയൊക്കെ ബൗള് പോലൊക്കെ മണ്ടയ്ക്കോട്ട് വരുന്നുണ്ട്. എന്തൊക്കെ നടക്കുമെന്നൊന്നും യാതൊരു പിടിയില്ല. അപ്പോൾ നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മളത് ഗ്ലാസ് മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഒരു ഭദ്രമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ സൂക്ഷിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ആരും മൂടരുത്. മൂടിയാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മൂടിയിട്ടൊന്നുമില്ല, ഭദ്രമായിട്ടൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മുട്ടയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയാലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മുട്ടയുടെ അവസ്ഥ. അതേ മണ്ടയ്ക്കെല്ലാം നല്ല രീതിക്ക് പതയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് ഇട്ടപ്പോഴത്തേക്ക് മുട്ട താഴെയായിരുന്നു നടന്നത്. ഇപ്പോൾ മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് വിനാഗിരി എല്ലാം കൂടി നമ്മളൊരു വേറൊരു കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുട്ട പയ്യെ നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ട ദേ കയ്യിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിപ്പോൾ സ്പോഞ്ച് വരെ ആയിട്ടുണ്ട്. ഇതേ കണ്ട ഞങ്ങൾക്ക് കൊള്ളുന്നുണ്ടോ. ഓക്കെ, ഇതാണ്ട കറക്റ്റ് പുഴുങ്ങിയ മുട്ട നമ്മൾ പിടിക്കുന്ന പോലെയാണ്. ഇതേ കണ്ട ഞങ്ങളുന്നുണ്ടോ. കാരണം നമ്മൾ മുമ്പേ വെച്ച രീതിയല്ല കണ്ടോ, വേറെ ഏതോ ഒരു രീതി ഇങ്ങനെ സ്പോഞ്ച് പോണക്കായിരിക്കുന്നു കണ്ട. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ മുട്ട പൊട്ടിക്കാണ്ട് പോവാണ്. അതേ താഴെ ഇടാണ്ട് പോവാണ്. ഇതെന്താ പൊട്ടാത്ത? ഒരു പ്രാവശ്യം കൂടി ഇട്ട് നോക്കാം. അതും പൊട്ടിയില്ല. ഒരു പ്രാവശ്യം കൂടി ഇട്ടു. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം ഉറപ്പായിട്ട് പൊട്ടുന്നതായിരിക്കും. ദേ നമ്മൾ താഴെ ഇട്ടിട്ടുണ്ടോ, ദേ പൊട്ടിയിട്ടുണ്ട്. അകത്ത് വലിയതായിട്ട് റിയാക്ഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. പൊട്ടി ഗൈസ്, വേണ്ടേ എടുത്തിട്ട് വാ. വേണ്ട ദേ ഇതെന്തോ ഒരു ബാഗിലോട്ട് ഇടി. ഇത് കണ്ടോ, ഒരു റബ്ബർ ബാൻഡ് പോണൊക്കെ ആയിട്ടുണ്ട്. ദേ നമ്മുടെ ബലൂൺ വീർപ്പിച്ചിട്ട് പൊട്ടത്തില്ലേ, ആ രീതിയിലായിട്ടുണ്ട്. ദേ കണ്ടാ. ഓക്കെ, ഇതാട്ടോ നമ്മുടെ പൊട്ടിയത്. മുട്ടയുടെ അകത്ത് അത്രയ്ക്ക് വലിയ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ തേണ്ട ഈ തോല് എന്തോ പോലെ ആയിട്ടുണ്ട് കണ്ടോ. സാധാരണ മുട്ട ഒട്ടും ഇങ്ങനെയാണോ ആകുന്നത് കണ്ട. മുട്ടയ്ക്ക് ഏത് പരുവത്തിലും ആക്കാം. കാരണം നമ്മുടെ ഉണ്ണിക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് ചെറിയൊരു മുട്ടയുടെ എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അത് നല്ല ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പു മച്ചാൻ ഇവിടെ നിന്ന് ഭയങ്കര കളിയാ. അവിടെ ബാ ഔട്ടർ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടാത്ത ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.